ഹായ് ഫ്രണ്ട്സ്, ട്രൈ ആൻഡ് ടേസ്റ്റി ഫുഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ലൊരു മീൻകറി റെഡിയാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കട്ടെ. തേങ്ങ അരച്ച് ചേർത്തിട്ടുള്ള മീൻകറിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു അരക്കപ്പ് അളവിൽ തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 2-3 ചുവന്നുള്ളി ഒന്ന് ചെറിയ പീസായിട്ട് മുറിച്ചിട്ട് കൊടുക്കുക. 2 ടീസ്പൂണ് എരിവുള്ള മുളക് പൊടിയും ഒരു 1/2 ടീസ്പൂണ് എരിവ് കുറഞ്ഞിട്ടുള്ള മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ ഇത് അരച്ചെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇതൊന്ന് അടിച്ചെടുക്കാം. ഇനി കറി റെഡിയാക്കി എടുക്കുന്നതിനുള്ള ചട്ടി ഒന്ന് സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു ചട്ടിയിലേക്ക് ആദ്യം നമുക്ക് ഒരു ലേശം വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ആ ഒരു എണ്ണയിലേക്ക് ഒരു 3 ചുവന്നുള്ളിയും ഒരു 5 വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ചതച്ചത് ചേർത്ത് കൊണ്ട് ചെറിയ രീതിയിലൊന്ന് വാട്ടിയെടുക്കുക കേട്ടോ. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു അരപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുക. ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കുക. ഒന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ. ഇതിലേക്ക് നമുക്കൊരു തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഈ ഒരു മീൻ ചാറിലേക്ക് പുളിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് വേണം ഇവിടെ തിളപ്പിച്ചെടുക്കാൻ. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് കുടംപുളിയാണ്. കുടംപുളിക്ക് പകരമായിട്ട് വാളംപുളി അല്ലെങ്കിൽ പച്ചമാങ്ങ എടുക്കാം കേട്ടോ. ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കുക. അപ്പം നമ്മുടെ മീൻ കറിയുടെ ഒരു ചാറൊക്കെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാൻ 1/2 കിലോ അയലമീനാണ് എടുത്തിരിക്കുന്നത്. കഷ്ണങ്ങൾ ചേർത്ത് കൊടുത്ത ഉടനെ തന്നെ നല്ലോണം നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നല്ലതുപോലെ ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഒരു 10-12 മിനിറ്റ് കൊണ്ട് നമ്മുടെ മീൻകറി റെഡിയായി കിട്ടും കേട്ടോ. അപ്പോൾ ഇതൊന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. ഒരു ചാറൊക്കെ നല്ലതുപോലെ വറ്റിയിട്ട് ഒരു ഗ്രേവിയൊക്കെ നല്ലതുപോലെ നമുക്ക് ഒരു പാകത്തിന് കുറുകി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു 3 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു പച്ചമുളക് ഒരുപാട് വേകേണ്ട ആവശ്യമില്ല. അതിലുള്ള ഒരു എരിവൊക്കെ ഒരു മീൻകറിയിലോട്ടൊന്ന് ഇറങ്ങിക്കിട്ടണം. അതിന് വേണ്ടി 2-3 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. ഇതേപോലെ ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഈ ഒരു മീൻകറി താളിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് ഒരു 1/2 ടീസ്പൂണ് ഉലുവ ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു എണ്ണയിലേക്ക് തന്നെ ഒരു 5 ചുവന്നുള്ളി ഒന്ന് അരിഞ്ഞതും ഒരു ലേശം കറിവേപ്പിലയും ഒരു 1/4 ടീസ്പൂണൊക്കെ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് മൂപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഈ മീൻകറിയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുകയൊക്കെ ചെയ്യാട്ടോ. ഇപ്പോൾ തേങ്ങ അരച്ച് നമ്മൾ റെഡിയാക്കി എടുത്തിരിക്കുന്ന ഒരു മീൻകറിയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന വിശ്വാസത്തിൽ ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം.